ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കൊച്ചിൻ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണുള്ളത്. ഞങ്ങളൊരു 3 ഡേയ്സ് ഹൈദരാബാദ് ട്രിപ്പിന് വേണ്ടി പോവുകയാണ്. കുഞ്ഞു, മനു, ഞാനുമാണുള്ളത്. കൊട്ടു ചെന്നൈയിലായതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അവന് സെമസ്റ്റർ എക്സാം എല്ലാം ആയതുകൊണ്ട്. അപ്പോൾ ലക്കിലി ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ സ്ഥലത്ത് തന്നെ ഒരേ റോയിൽ തന്നെ സീറ്റ് കിട്ടി. സോ ഞങ്ങൾ ആകാശ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 11:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹൈദരാബാദിലെത്തും. ഓക്കെ, ഇനി ഹൈദരാബാദിൽ വെച്ച് കാണാം. എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരിട്ട് ഹൈടെക് സിറ്റിക്ക് അടുത്തുള്ള ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിച്ച് ഇറങ്ങി. 1-2 സ്ഥലങ്ങൾ നമുക്ക് ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പോയത് ബിർള മന്ദിറിലേക്കാണ്. ബിർള മന്ദിറിൽ പിന്നെ ഇൻസൈഡിലേക്ക് മൊബൈൽസും ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഉള്ളിലെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പോയത് ഹുസൈൻ സാഗർ ലേക്കിലേക്കാണ്. ബോട്ടിങ്സ് ഒക്കെ അവൈലബിൾ ആണ് അവിടെ. നമുക്ക് പിന്നെ അത്ര ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് ബോട്ടിങ് ചെയ്തില്ല. അതിനുശേഷം നമ്മൾ NTR ഗാർഡൻസിലേക്കാണ് പോയത്. NTR ഗാർഡൻസിൽ അംബേദ്കർ പ്രതിമയെല്ലാം നമ്മൾ വളരെ വിഷ്വലൈസ്ഡ് ആയിട്ടുള്ള കാഴ്ചകളാണ്. പിന്നെ കുറച്ച് നേരം നമുക്ക് അവിടെ ഈവനിങ്സ് അവിടെ ഇരുട്ടുന്നത് വരെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അതിനുശേഷം ഞങ്ങൾ പോയത് ചാർമിനാറിലേക്കാണ്. നൈറ്റ് ടൈമിൽ ചാർമിനാറിൻ്റെ വിഷ്വൽസ് ഭയങ്കര അമേസിങ് ആണ് കേട്ടോ. നമ്മൾ അവിടുത്തെ ലാറ്റ് ബസാർ എല്ലാം വിസിറ്റ് ചെയ്തു. ഇച്ചിരി ബാംഗിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ മാധാപൂരിലേക്ക് തിരിച്ചു വന്നു. മാധാപൂരിൽ നമ്മളൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. ലൈക്ക് നമുക്ക് ഫുഡ് ട്രക്സ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു നൈറ്റ് ഹാങ് ഔട്ട് പ്ലേസ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടേക്കാണ് വന്നത്. പിന്നെ എൻ്റെ പഴയ ഓഫീസിൻ്റെ അടുത്താണ് ഓഡി ഹൈദരാബാദ്. സോ അതൊരു നൊസ്റ്റാൾജിക് ഓർമ്മയായിരുന്നു എനിക്ക്. ഓക്കെ, അഗെയിൻ ആഫ്റ്റർ ഫുഡ് നമ്മൾ നാളത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഹോട്ടലിലേക്ക്. രാവിലെ തന്നെ നമ്മൾ ഹൈടെക് സിറ്റിയിൽ ഐക്കോണിക് ബിൽഡിങ്ങും മൈൻഡ് സ്പേസും എല്ലാം കടന്നു. നമ്മൾ നേരെ രാമോജി ഫിലിം സിറ്റിയിലേക്കാണ്. ഓൾമോസ്റ്റ് ഒരു 1 hour ഡ്രൈവ് ഉണ്ട് രാമോജി ഫിലിം സിറ്റിയിലേക്ക്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 hour കൊണ്ട് അവിടെ എത്തി. ഇനി നമുക്ക് ഫിലിം സിറ്റിയിലെ കാഴ്ചകൾ കാണാം. ഫിലിം സിറ്റിയിൽ നമ്മൾ നേരെ പോയത് ഹൈടെക് സിറ്റിക്ക് അടുത്തുള്ള ശില്പാരാം എന്ന് പറഞ്ഞിട്ടുള്ള ക്രാഫ്റ്റ് വില്ലേജിലേക്കാണ്. വളരെ റീസണബിൾ പ്രൈസിൽ വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റ്സ് ഐറ്റംസും അതുപോലെ ഇൻറ്റീരിയർ ഐറ്റംസും എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. 3rd day മോർണിംഗ് ഞങ്ങൾ പോയത് നെഹ്റു സുവോളജിക്കൽ പാർക്കിലേക്കാണ്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ സഫാരിയും എല്ലാം നമുക്കൊരു വെറൈറ്റി ഫീലിംഗ് നമുക്ക് തന്നു. സുവോളജിക്കൽ പാർക്കിൽ ഞങ്ങൾ നേരെ പോയത് ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കാണ്. ചരിത്രങ്ങൾ ഉറങ്ങുന്ന ആ ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഈവനിങ്ങിൽ നമ്മൾ ഏറ്റവും ടോപ്പ് കയറിയിട്ടുള്ള അതിൻ്റെ താഴ്വാരത്തിലേക്കുള്ള ആ സിറ്റിയുടെ വിദൂര കാഴ്ചകളെല്ലാം ഭയങ്കരമായിട്ട് അനുഭവം. നെക്സ്റ്റ് ഞങ്ങൾ ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ ഞങ്ങൾ ശിവാജി നഗറിലും കൊമേഴ്സ്യൽ സ്ട്രീറ്റിലൊക്കെ കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്തു. ദെൻ വി റിട്ടേൺ ബാക്ക് ടു കൊച്ചിൻ. ഓൺ ദ ഹോൾ നല്ലൊരു ട്രിപ്പായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.